വിദേശ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തുന്നതിൽ നിർണായക പ്രഖ്യാപനവുമായി യുഎസിൽ സ്ഥാനമേറ്റെടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന പ്രഖ്യാപനമാണ് ട്രംപിൽ നിന്നും ആദ്യ ദിനം തന്നെ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കക്കാരെ സമ്പന്നരാക്കുന്നതിനു വേണ്ടി വിദേശ രാജ്യങ്ങളുടെ മേൽ താരിഫുകളും നികുതികളും ചുമത്തുമെന്നാണ് ട്രംപ് ആദ്യ ദിനം തന്നെ പ്രഖ്യാപിച്ചത്. വിദേശ സ്രോതസ്സുകളിൽ നിന്ന് വൻതോതിൽ തീരുവകളും മറ്റു വരുമാനങ്ങളും ശേഖരിക്കുന്നതിനായി ഒരു ബാഹ്യ റവന്യൂ സേവനം തന്നെ ഇതിനായി സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കക്കാരെ സംരക്ഷിക്കുന്നതിനായി യുഎസിന്റെ വ്യാപാര സമ്പ്രദായം ഉടൻ പുനഃപരിശോധിക്കുമെന്നാണ് ട്രംപ് തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അറിയിച്ചത്. തിങ്കളാഴ്ച അധികാരമേറ്റ ട്രംപ് ആഗോള ഇറക്കുമതിക്ക് 10%, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 60%, കനേഡിയൻ, മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി സർചാർജും ഏർപ്പെടുത്തുമെന്ന നയമാണ് മുന്നോട്ട് വെച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ചിലത് നിബന്ധനകൾക്ക് വിധേയമാകും. കാനഡയുടെയും മെക്സിക്കോയുടെയും കാര്യത്തിൽ യുഎസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിലും മയക്കുമരുന്ന് കാർട്ടലുകളെ തടയുന്നതിലും പരാജയപ്പെട്ടാൽ ഈ രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ചില യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് കാര്യമായ താരിഫ് ചുമത്തുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ട്രംപിന്റെ തീരുമാനം ചെറിയ തലവേദനയാകില്ല ഉണ്ടാക്കുന്നത്. നേരത്തെ ഇന്ത്യയുടെ താരിഫുകളുടെ രാജാവ് എന്ന് അദ്ദേഹം വിളിച്ചിട്ടുമുണ്ട്. യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആവർത്തിച്ച് വിമർശിച്ച വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുകയാണെങ്കിൽ വാഷിംഗ്ടണും ഇന്ത്യൻ ഇറക്കുമതിക്ക് സമാനമായ താരിഫ് ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം. ഇത് ഇന്ത്യക്ക് ഭീഷണിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പിന്നാലെ കഴിഞ്ഞ ഡിസംബറിൽ ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയതാണ്. ഇങ്ങോട്ട് ചുമത്തുന്ന നികുതിക്ക് അനുസൃതമായി അങ്ങോട്ടും കിട്ടുമെന്ന നിലപാടാണ് ട്രംപിന്റേത്. കൂടാതെ ബ്രിക്സ് കൂട്ടായ്മയ്ക്കും ട്രംപ് തീരുവ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതും ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഇന്ത്യ മുൻനിരയിൽ നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് ബ്രിക്സ്. ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഡോളർ ഇതര ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷമാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ട്രംപ് 100% താരിഫ് എന്ന മുന്നറിയിപ്പ് നൽകിയത്. പ്രധാനമായും ചൈന, റഷ്യ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. അതേസമയം പ്രസിഡന്റ് പദത്തിൽ നിന്നും പടിയിറങ്ങും മുൻപ് നിർണായക നീക്കവുമായി ജോ ബൈഡൻ രംഗത്ത് വന്നിരുന്നു. തന്റെ മുൻ ആരോഗ്യ ഉപദേഷ്ടാവ് ഡോക്ടർ ആന്റണി ഫൗച്ചി, റിട്ടയർഡ് ജനറൽ മാർക്ക് മില്ലി, 2021 കാപ്പിറ്റോൾ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിച്ച ഹൗസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് മാപ്പ് നൽകിയിരിക്കുകയാണ് ബൈഡൻ. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര നടപടികളിൽ നിന്നും തന്റെ മുൻ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ബൈഡൻ നടത്തിയത്. അടുത്തിടെ തന്റെ രാഷ്ട്രീയ എതിരാളികളുടെ പേര് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. ക്യാപിറ്റോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ചരടു വലിച്ചവരാണിവർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് തന്റെ ശത്രുക്കളുടെ പേരുകൾ പറഞ്ഞത്. ഇതോടെ ഭരണത്തിൽ തിരിച്ചെത്തിയാൽ ട്രംപ് ഇവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചേക്കുമെന്ന നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു.